ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ 40ാമത്തെ ദശകം ഒന്ന് ഭഗവാന്റെ ലീലകളുടെ ഈ വിസ്താരത്തിൻ്റെ അർത്ഥമൊന്ന് വിചാരം ചെയ്യുവാൻ നമ്മൾ ശ്രമിച്ചു. ഭഗവാന്റെ നിശ്ചയം പോലെയൊക്കെ നടത്തി. ഇനി നമുക്കത് സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള സമയമാണ്. നമുക്ക് പാരായണം ചെയ്ത് സമർപ്പിക്കാം. തദനു നന്ദമമന്ദശുഭാസ്പദം നൃപപുരീം കരദാനകൃതേ ഗതം സമവലോക്യ ജഗാദ ഭവത്പിതാ വിദിതകംസസഹായ ജനോദ്യമ. അയി സഖേ തവ ബാലകജന്മ മാം സുഖയതേദ്യ നിജാത്മജ ജന്മവദ് ഇതി ഭവത്പിതൃതാം വ്രജനായകേ സമധിരോപ്യ ശശംസതമാദരാത്. ഇഹ ച സന്ധ്യനിമിത്തശതാനി തേ കടകസീംനി തതോ ലഘുഗമ്യതാം. ഇതി ച തദ്വചസാ വ്രജനായകോ ഭവദപായഭിയാദ്രുതമായയൗ. അവസരേ ഖലു തത്ര ച കാചന വ്രജപദേ മധുരാകൃതിരംഗനാ തരളഷഡ്പദലാളിതകുന്തളാ കപടപോതകതേ നികടം ഗതാ. സപദി സാഹൃതബാലകചേതനാ നിശിചരാന്വയജാ കില പൂതനാ. വ്രജവധൂഷ്വിഹ കേയമിതി ക്ഷണം വിമൃശതീഷു ഭവന്തമുപാദതേ. ലളിതഭാവവിലാസഹൃദാത്മഭിര്യുവതിഭിः പ്രതിരോധുമപാരിതാം. സ്തനമസൗ ഭവനാന്തനിഷേദുഷീ പ്രദദുഷീ ഭവതേ കപടാത്മനെ. സമധിരുഹ്യ തദംഗമശങ്കിതസ്ത്വമഥ ബാലകലോപനരോഷിത. മഹദിവാമ്രഫലം കുജമണ്ഡലം പ്രതിചുചൂഷിത ദുർവിഷദൂഷിതം. അസുഭിരേവ സമന്ധയതി ത്വയീം സ്തനമസൗ സ്തനിതോപമനിസ്വനാ. നിരപതൽഭയദായി നിജം വപുഃ പ്രതിഗതാ പ്രവിസാര്യ ഭുജാവുഭൗ. ഭയദഘോഷണ ഭീഷണ വിഗ്രഹ ശ്രവണദർശനമോഹിതവല്ലവേ. വ്രജപദേ തദുരസ്ഥലഖേലനം നനുഭവന്തമഗ്രഹ്ണത ഗോപികാ. ഭുവനമംഗലനാമഭിരേവതേ യുവതിഭിർബഹുധാ കൃതരക്ഷണ. ത്വമയി വാതനികേതനനാഥ മാമഗദയൻ കുരു താവക സേവകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം 41 പൂതനാശരീരദഹനം. വ്രജേശ്വര ശൗരിവചോ നിശമ്യ സമാവ്രജന്നധ്വനിഭീതചേതാ. നിഷ്പിഷ്ടനിശേഷതരും നിരീക്ഷ്യ കഞ്ചിത് പദാർത്ഥം ശരണം ഗതസ്ത്വാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 40ാമത്തെ ദശകം നമ്മൾ പാരായണം ചെയ്ത്
ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു. ഭഗവാന്റെ കൃപ കൊണ്ടാണ് നമുക്കിതൊക്കെ പറയുവാനും കേൾക്കുവാനും ഒക്കെ സാധിക്കുന്നത്. ഭഗവാന്റെ കൃപ കൊണ്ട് ഇന്ന് അത് സമ്പൂർണ്ണ പാരായണവും ചെയ്ത് സമർപ്പിച്ചു. ഈ ദശകം പാരായണം ചെയ്യുന്നതിന് ഫലപ്രാപ്തിയായി പറയുന്നത് ഭക്തിവർദ്ധനമാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ അതും ഒരു തരം സാധനയാണ്, യോഗമാണ്. സദാ ഭഗവാനെക്കുറിച്ച് വിചാരം ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങളൊന്നുമില്ലെങ്കിലും, ഒന്നും നമുക്ക് യഥാവിധി ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും, നമ്മുടെ സാഹചര്യങ്ങളാണ് നമുക്ക് പലപ്പോഴും സത്കർമ്മമാണെങ്കിലും ദുഷ്കർമ്മങ്ങളാണെങ്കിലും ചെയ്യുവാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇനി സത്കർമ്മങ്ങൾ ചെയ്യുവാൻ അവസരം കിട്ടിയില്ല എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നിരുന്നാൽ പോലും നമുക്കറിയാം, രോഗബാധിതനായി കിടക്കുന്ന ഒരാളിന് ഭഗവാന് ദീപം തെളിച്ച് 108 നമസ്കാരം ചെയ്യണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. പക്ഷേ ആ കിടക്കുന്ന കിടപ്പിലും ഭഗവത് നാമം ജപിക്കുന്നതിനും, അതല്ല ഭഗവത് സ്മരണയുണ്ടാകുന്നതിനും, ഭഗവത് വിചാരത്തോടുകൂടി ഓരോ നിമിഷത്തെയും അർത്ഥസമ്പുഷ്ടമാക്കുന്നതിനും നമുക്ക് കഴിയും. അതുകൊണ്ട് തന്നെ എത്രമാത്രം ആത്മീയമായ കർമ്മങ്ങൾ ചെയ്യുവാൻ കഴിയുമോ, ശരീരത്തിൻ്റെ ആരോഗ്യം മറ്റ് സാഹചര്യങ്ങളൊക്കെ എത്രമാത്രം അനുവദിക്കുമോ അത്രമാത്രം ചെയ്തോളുക. ഇനി ചെയ്യുവാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഭഗവത് വിചാരത്തോടുകൂടി സദാ കഴിയുവാൻ നമുക്ക് കഴിയും. ഉള്ളിൽ ഭഗവാനെ നിറച്ചു വയ്ക്കുക. ഇവിടെ പൂതനയ്ക്കും ഭഗവാനെ ആയിരുന്നു ഉള്ളിൽ നിറച്ചു വെച്ചിരുന്നത്. ഭഗവാൻ അവതരിച്ചു എന്ന് കേട്ട നിമിഷം മുതൽ ഭഗവാനിലേക്ക് ഓടിയെത്തുവാൻ ആ മനസ്സ് വെമ്പൽ കൊള്ളുകയായിരുന്നു. ഭാവത്തിൽ മാറ്റമുണ്ടായിരുന്നു. വധിക്കുക എന്ന ഭാവത്തോടുകൂടി ആ ഉണ്ണിയെ ഇല്ലാതെയാക്കുക എന്നുള്ള ഒരു ദുഷ്ടവിചാരത്തോടു കൂടിയാണ് വന്നത്. എന്നിരുന്നാൽ പോലും ഉണ്ണി അവതാരം കൊണ്ടു എന്നറിഞ്ഞ നിമിഷം മുതൽ ഉണ്ണിയുടെ സമീപത്തേക്ക് ഓടിയെത്തുവാൻ, ഉണ്ണിയെ തേടി കണ്ടുപിടിക്കുവാനുള്ള ഒരു വ്യഗ്രതയിലായിരുന്നു. അതായത് മനസ്സ് എപ്പോഴും ആ ഭഗവാനെ തേടി പാഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മുടെ പ്രാരബ്ധങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, ഭഗവത് വിചാരം ചെയ്യുന്നതിന് നമുക്ക് ആരുടെയും അനുവാദം വേണ്ട. ഉള്ളുകൊണ്ട് നാമം ജപിക്കുന്നതിന് നമുക്ക് ആരുടെയും അനുവാദം വേണ്ട. അതുകൊണ്ട് എത്ര കൂടുതൽ ഭഗവാനെങ്കിലേക്ക് മനസ്സിനെ ചേർത്ത് വെക്കുവാൻ കഴിയുമോ അത്ര കൂടുതൽ ചേർത്ത് വെച്ചുകൊള്ളുക. ഒടുവിൽ ഭഗവാൻ ആ സന്നിധിയിൽ എത്തിക്കും. പൂതനയെ എത്തിച്ചതുപോലെ എത്തിക്കുക മാത്രമല്ല, ഒടുവിൽ ഭഗവാനോട് ഭഗവാൻ ചേർക്കുകയും ചെയ്യും. ഈ പ്രാരബ്ധങ്ങളെല്ലാം നിശ്ശേഷം ഒഴിയുന്നതിന് ആ ഭഗവത് വിചാരം തുണയാകുമെന്ന് ഈ ഒരു പൂതനയുടെ കഥ നമുക്ക് കാണിച്ചു തരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഭക്തിയോടുകൂടി ഭഗവാനെങ്കിൽ മനസ്സിനെ അർപ്പിച്ചുകൊണ്ട് ഭഗവാന് പാരായണം ചെയ്ത് സമർപ്പിക്കുവാൻ കഴിഞ്ഞാൽ ഭക്തിവർദ്ധനയാണ് ഇതിന് ഫലപ്രാപ്തിയായി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഭഗവാൻ പറയിപ്പിച്ച ഓരോ വാക്കും ഭഗവാന്റെ ഒരു കൃപയായി കണ്ടുകൊണ്ട് ഓരോ അക്ഷരത്തെയും ഭഗവാനുള്ള അർച്ചനയായി സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം ആ പാദാരവിന്ദങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. അടുത്ത സത്സംഗത്തിൽ 41ാമത്തെ ദശകം മുതൽക്ക് നോക്കാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.